This video is for informational and educational purpose only. We do not guarantee any income. ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഡെയിലി 2 മിനിറ്റ് വർക്ക് ചെയ്ത് അത്യാവശ്യം മന്ത്ലി നല്ലൊരു സാലറി അല്ലെങ്കിൽ നല്ലൊരു ക്യാഷ് ബാക്കുകളൊക്കെ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഫാം പേ ഇതിലേക്ക് വേണമെങ്കിൽ ക്ലെയിംസ് എടുക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ തരാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഓരോ പോലും ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല, KYC കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റഫർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നേരത്തെ നമ്മുടെ സെക്കൻഡറി ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 50,000 പ്ലസ് ഉണ്ടാക്കി, 4K പ്ലസ് ഉണ്ടാക്കി, 10K പ്ലസ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഡെയിലി 2 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കും ഇതേപോലെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ ഇത് ചെയ്തവരാണെങ്കിൽ ആ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു ഓഫർ പോയി ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ തരാമെന്ന ഈ ഓഫറിന്റെ ഡീറ്റെയിൽഡ് പോസ്റ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലല്ല കമന്റ് ബോക്സിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെലിഗ്രാമിൽ ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് 3 ഓഫേഴ്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓഫർ 1, ഓഫർ 2, ഓഫർ 3. 3 ഓഫർ എന്ന് പറഞ്ഞാൽ 3 പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആട്ടോ. ഇതിൻ്റെ അകത്ത് 3 മിനിറ്റ് വർക്ക് അല്ലെങ്കിൽ 2 മിനിറ്റ് വർക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓഫേഴ്സാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എൻ്റെ കോൺടാക്ട് ID ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതിൽ ചോദിച്ചോളൂ ധൈര്യമായിട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓഫർ 1ന് 2 ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓഫർ 1ന്റെ ആദ്യത്തെ ലിങ്ക് 1 എന്ന് പറഞ്ഞ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ 1 ചെയ്യാനുള്ള ലിങ്കാണ്. ഓഫർ 1ന്റെ രണ്ടാമത്തെ ലിങ്ക് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ 1ന്റെ ട്രാക്കിംഗ് ചെക്ക് നോക്കാനുള്ള ലിങ്കാണ്. അതുപോലെ തന്നെ ഓഫർ 2നും 2 ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓഫർ 2 ചെയ്യാനുള്ള ലിങ്കാണ് ആദ്യം കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ലിങ്ക് ഓഫർ 2ന്റെ ട്രാക്കിംഗ് ചെക്ക് നോക്കാനുള്ള ലിങ്കാണ്. അതുപോലെ തന്നെ ഓഫർ 3ക്ക് 3 ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ 1 ചെയ്യാനുള്ള ലിങ്കാണ്. രണ്ടാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ലിങ്കാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് ചെക്ക് നോക്കാനുള്ള ലിങ്കാണ് ഓഫർ 3ന്റെ. സോ ഓരോ ഓഫറും എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് ഓഫർ 1 നോക്കാം, അതിനുശേഷം ഓഫർ 3 നോക്കാം, അതിനുശേഷം ഓഫർ 2 നോക്കാം. പിന്നെ വീഡിയോയിൽ കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു ഓഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓഫർ 1 എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓഫർ 1 ചെയ്യാനായിട്ട് ഓഫർ 1ന്റെ ലിങ്ക് 1 എന്ന് പറഞ്ഞ ആദ്യത്തെ ലിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് UPID എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതിൻ്റെ അകത്തേക്കാണോ ഇതിൻ്റെ സാലറി അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് റിസീവ് ആവേണ്ടത് ആ UPID വേണം ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, UPID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിൻ്റെ UPID ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. UPID എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൊബൈൽ നമ്പർ അല്ല. നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ പേയുടെ ആണെങ്കിലും ഫോൺ പേയുടെ ആണെങ്കിലും പേടിഎമ്മിൻ്റെ ആണെങ്കിലും നമ്മുടെ സ്കാൻ കോഡ് ഉണ്ടല്ലോ, ആ ഒരു സ്കാൻ കോഡിൻ്റെ മേളിൽ തന്നെ UPID എന്ന് പറഞ്ഞൊരു ID കാണാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ UPID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ആ ഒരു UPID കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ വേറൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആദ്യം ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്ത് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ അവരുടെ ടേംസ് ആൻഡ് പോളിസീസും കാര്യങ്ങളൊക്കെ വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്ത് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്ത് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ മെയിനായിട്ട് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നെയിം, ഏജ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏജ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 18 വയസ്സിന് താഴേക്കാണെങ്കിലും 25 വയസ്സിന് മുകളിലേക്കുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതായത് ഒരു ഇയർ ഏകദേശം 1999 അല്ലെങ്കിൽ 2000 അങ്ങനെ വെച്ച് വേണം ഇതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഫേക്ക് ആയിട്ടുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് കൊടുക്കുക കേട്ടോ. 18 വയസ്സിന് താഴേക്കുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 25 വയസ്സിന് മുകളിലേക്കുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. 18 വയസ്സിന് താഴേക്കാണെങ്കിൽ പോലും. ഇതിൻ്റെ രജിസ്ട്രേഷനുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടുത്തൊരു പേജിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP ആളൊക്കെ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അടുത്തൊരു പേജിലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സർവേ പോലെ ചിലർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലർക്ക് നേരെ ഡൗൺലോഡിങ് പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഡൗൺലോഡിങ് പേജിലേക്കാണ് പോകുന്നതെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. സർവേ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും, അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് yes or no എന്തെങ്കിലും കൊടുത്താൽ മതി.
അപ്പോൾ അതിനുശേഷം ഇൻസ്റ്റാളേഷൻ്റെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നേരെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇത് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യരുത്. അവരുടെ ഒഫീഷ്യലുള്ള വെബ്സൈറ്റ് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണോ സേഫ് ആണെന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ പെർമിഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. വീണ്ടും ജസ്റ്റ് പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ യൂസ് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OTP എൻ്റർ ചെയ്ത് കൊടുക്കുക ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരുന്നുണ്ട്. കറക്റ്റായിട്ട് ഡിവൈസും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തൊരു പേജിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനേബിൾ ആക്സസ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിലേക്ക് ഓൾറെഡി റീഡയറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് താഴെ ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലുവൻസിൻ്റെ പെർമിഷൻ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. സോ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലുവൻസ് ആണ്. സോ അതിൻ്റെ അകത്ത് പെർമിഷൻ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പെർമിഷൻ എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ അക്സെപ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അക്സെപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇതേപോലെ ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ആക്കി ഇടുക. അതായത് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് എനേബിൾ ആക്കി കൊടുത്തിട്ട് വീണ്ടും ബാക്ക് അടിച്ച് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതും എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരും. പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ ആ ഒരു വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിലേക്ക് പോകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ സർവേ വരുന്നതായിരിക്കും. സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ, അതൊക്കെ SOനോ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇമെയിൽ ID, ബേസിക് ആയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 2ഉം ഇതേപോലെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആക്കേണ്ട കാര്യമില്ല. സ്റ്റെപ്പ് 2ഉം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോഴത്തേനും താഴെ സിങ്ക് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സിങ്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സിങ്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു 2-3 തവണ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സിങ്ക് നൗ ക്ലിക്ക് ചെയ്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം നമ്മുടെ ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരിക. ടെലിഗ്രാമിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ടെലിഗ്രാമിൻ്റെ അകത്ത് ഓഫർ 1ൻ്റെ രണ്ടാമത്തെ ലിങ്ക് ഉണ്ടല്ലോ, ആ രണ്ടാമത്തെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് UPID എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ UPID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ആൻഡ് ട്രാക്കിംഗ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇതേപോലെ വരണം, അതല്ലെങ്കിൽ ഇതേപോലെ ആദ്യത്തെ ഓപ്ഷൻ സക്സസ് വരണം. ഒന്നിൽ ഇതേപോലെ ആദ്യത്തെ ഓപ്ഷൻ സക്സസ് വരണം, അല്ലെങ്കിൽ ഇതേപോലെ ഇൻസ്റ്റാൾ ആൻഡ് ലോഗിൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് താഴെ വരണം. ഫെയിൽ ആവാൻ പാടില്ല. കംപ്ലീറ്റഡ് വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പ്രോപ്പറായിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സാലറി പോലെ ഒരു എമൗണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഫസ്റ്റ് ക്യാഷ് ബാക്ക് റിസീവ് ആവാനായിട്ട് ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, രാവിലെയും വൈകുന്നേരം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പച്ച കളറുള്ള ബട്ടൺ ഉണ്ടല്ലോ സിങ്കിനും, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്യാഷ് ബാക്ക് കണക്ക് 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ഓഫർ എല്ലാ മാസവും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതായത് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കും, എല്ലാ മാസവും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഫ്രീ ആയിട്ട് ഇങ്ങോട്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഈ ഒരു ഓഫർ വിട്ട് കളയാതെ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഇനി 3ാമത്തെ ഓഫർ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 3ാമത്തെ ഓഫറും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് 2ാമത്തെ ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 3ാമത്തെ ഓഫറാണ്. 3ാമത്തെ ഓഫർ ചെയ്യാനായിട്ട് ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരിക. ടെലിഗ്രാമിൻ്റെ അകത്ത് നമ്മുടെ ഓഫർ 3 എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ തന്നെ ലിങ്ക് 1 എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലിങ്ക് 1ൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ലിങ്ക് 1ൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്ന പോലെ തന്നെ UPID എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഏതിലേക്കാണോ ക്യാഷ് ബാക്ക് റിസീവ് ആവേണ്ട ആ ഒരു UPID എൻ്റർ ചെയ്ത് കൊടുത്ത്
സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ജോയിൻ ബട്ടണിലേക്ക് വരുന്നതായിരിക്കും, ഒരു യെല്ലോ കളറിൽ. അതല്ലെങ്കിൽ അവരെ ടിക്ക് മാർക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണിലേക്കായിരിക്കും പോകുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു യെല്ലോ ബട്ടണിലേക്കാണ് വന്നെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് അക്സെപ്റ്റ് ബട്ടണിലേക്കാണ് വന്നെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ജോയിൻ ബട്ടൺ വരുന്ന സമയത്ത് ചിലർക്ക് ഇതേപോലെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ ബ്രൗസറിൻ്റെ ഡേറ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ മതി. ടിക്ക് മാർക്ക് കൊടുത്ത് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ബേസിക് ആയുള്ള ഡീറ്റെയിൽസ് ആളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏജ് ഒരു 25 വയസ്സിന് മുകളിലേക്കുള്ള ഒരു ഏജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ്റെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റോറിലേക്ക് നേരെ റീഡയറക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ, ഇവിടെ എഗ്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഗ്രി ചെയ്യുക. എഗ്രി ചെയ്തതിന് ശേഷം അടുത്തൊരു പേജിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അലോ പെർമിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, പെർമിഷൻ എന്ത് ചെയ്യുക, ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നതായിരിക്കും. കറക്റ്റായുള്ള മൊബൈൽ നമ്പർ, നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ യൂസ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാൻ വരും. അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അക്നോളജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ എക്സ്പ്രസിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം ബാക്ക് അടിച്ച് വരുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരിക. ടെലിഗ്രാമിലേക്ക് തിരിച്ചു വന്നിട്ട് രണ്ടാമത്തെ ലിങ്ക് ഓഫർ 3ൻ്റെ രണ്ടാമത്തെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓഫർ 3ൻ്റെ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗൺലോഡിങ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ആപ്ലിക്കേഷനകത്തേക്ക് തിരിച്ചു വരിക. ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ആക്കി കളയരുത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കിടക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ആയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോഴത്തേനും നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതായിരിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേനും മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ട്രഡീഷണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇൻസ്റ്റാൾ CA സർട്ടിഫിക്കറ്റ് ഫ്രം സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, CA സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷനകത്തേക്ക് ബാക്ക് അടിച്ച് വന്നിട്ട് ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് സീറോ ക്രെഡിറ്റിൻ്റെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ചിലർക്ക് ഈ സമയത്ത് സീറോ ക്രെഡിറ്റിൻ്റെ പേജിലേക്ക് വരില്ല. ഓട്ടോമാറ്റിക്കലി ഇതേപോലെ ഒരു എറർ വരും. ഇതേപോലെ ഒരു എററാണ് വരുന്നതെങ്കിൽ ഒന്ന് ബ്രൗസർ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, റീഫ്രഷ് ചെയ്തിട്ട് സൈഡിൽ 3 ലൈൻ ഉണ്ടാവും. ആ ഒരു 3 ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, നമ്മുടെ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് പേജിലേക്ക് വരും, അല്ലെങ്കിൽ സീറോ ക്രെഡിറ്റിൻ്റെ പേജിലേക്ക് വരും. ഏതിലേക്ക് ഒരെണ്ണത്തിലേക്ക് വന്നാൽ മതി. അപ്പോൾ സ്റ്റാറ്റസ് മസ്റ്റായിട്ട് ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഓഫർ ചെയ്തിട്ട് സീറോ ക്രെഡിറ്റിൻ്റെ ഈ ഒരു പേജിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും നമുക്കൊരു 1 hours ഒരു 1-2 hours റിസീവ് ആവും. അങ്ങനെ 1 hours റിസീവ് ആയില്ലെങ്കിൽ നിങ്ങൾ ട്രാക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കുക. ട്രാക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരിക. ടെലിഗ്രാമിലേക്ക് തിരിച്ചു വന്നിട്ട് മൂന്നാമത്തെ ലിങ്ക് ട്രാക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ലിങ്കാണ്. സോ മൂന്നാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ UPI എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരും. കറക്റ്റായിട്ട് നമ്മുടെ UPI എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആദ്യത്തെ ഓപ്ഷൻ സക്സസ് എന്ന് തന്നെ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആൻഡ് ട്രാക്കിംഗ് ലോഗിൻ, ഇതേപോലെ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ മതി. ഓക്കെ, താഴത്തെ 2 ഓപ്ഷൻ പെൻഡിങ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് നമുക്ക് ഫസ്റ്റ് ക്യാഷ് ബാക്ക് റിസീവ് ആവുന്നതായിരിക്കും. ഓക്കെ, 15 ദിവസം ഡെയിലി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് വെച്ച് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. ആദ്യത്തെ ഓഫറിൻ്റെ അകത്താണെങ്കിൽ ഡെയിലി ആപ്ലിക്കേഷൻ ഒരു 1 മിനിറ്റ് യൂസ് ചെയ്തിട്ട് സിങ്കിനോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു 3-4 തവണ ക്ലിക്ക് ചെയ്യുക. രാവിലെയും വൈകുന്നേരം ഈ 2 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് പെർമിഷൻ എല്ലാം എനേബിൾ ആയിരിക്കണം. പിന്നെ ബാലൻസ് ഉള്ള സമയത്ത് നിങ്ങൾ പെർമിഷൻ ഡിസേബിൾ ആക്കി വെച്ചാലും കുഴപ്പമില്ല. സിങ്കിനോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓഫർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ എല്ലാം എനേബിൾ ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഓഫറിൻ്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആപ്ലിക്കേഷനകത്ത് അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. അതായത് സിങ്കിനോ അങ്ങനെ ഇങ്ങനെ ബട്ടണൊന്നുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഓഫർ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓഫർ ചെയ്യാനായിട്ട് ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരിക. ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേനും ഓഫർ 2ന്റെ താഴെ ലിങ്ക് 1 ലിങ്ക് 2 എന്ന് പറഞ്ഞ 2 ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആദ്യത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യാനുള്ള ലിങ്ക്, രണ്ടാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ലിങ്ക്. നമ്മൾ ആദ്യത്തെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഓഫർ ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു ഓഫർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓഫറിൻ്റെ അകത്തും പോയിന്റ്സ് ഉണ്ട്, രണ്ടാമത്തെ ഓഫറിൻ്റെ അകത്തും പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു പോയിന്റ്സ് ഇൻക്രീസ് ആവുന്നതിനെ ബേസ് ചെയ്തിട്ട് ഓരോ 1100 കോയിൻസിന് 100 രൂപ വെച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കുക. ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും മൊബൈൽ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ആരെങ്കിലുമൊക്കെ മൊബൈൽ ഉണ്ടാവുമല്ലോ, അവരുടെ മൊബൈലും ഈ സെയിം സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കുക. സെയിം സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് തന്നെ ഈ ഓഫർ കംപ്ലീറ്റ് ആകണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് 15 ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. ഉള്ള വേറെ ഡിവൈസിലും ഈ ഒരു സെയിം സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ആദ്യത്തെ മൊബൈലിൽ കൊടുത്തേക്കുന്ന UPID മൊബൈൽ നമ്പർ ഇമെയിൽ ID ആയിരിക്കരുത് രണ്ടാമത്തെ മൊബൈലിൽ കൊടുക്കുമ്പോൾ. ആദ്യം ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ ഫോൺ പേയുടെ UPID ആണ് കൊടുത്തെങ്കിൽ രണ്ടാമത്തെ പേടിഎമ്മിൻ്റെയോ ഫാം പേയുടെ വേറെ ഏതിൻ്റെങ്കിലും UPI കൊടുക്കുക. മൊബൈൽ നമ്പറും വേറെ കൊടുക്കണം, അതുപോലെ തന്നെ ഇമെയിൽ ID യും വേറെ കൊടുക്കണം. ഓക്കെ, രജിസ്ട്രേഷൻ സമയത്ത് പുതിയതായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഓരോ ഡിവൈസിൽ നിന്ന് നമുക്ക് ക്യാഷ് ബാക്ക് കണക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഒരു മാസം അല്ല കേട്ടോ, എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് 2 മിനിറ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 2 മിനിറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഫർ 1 ഉം 2 ആണെങ്കിൽ സിംഗിനോ ക്ലിക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഓഫർ 3 ആണെങ്കിൽ ഡെയിലി അവിടെയും ഇവിടെയും ക്ലിക്ക് ചെയ്ത് 2 മിനിറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചിലർക്ക് ഇതിൻ്റെ അകത്ത് കോയിൻസ് ഇൻക്രീസ് ആയി വരാത്ത ഒരു ഇഷ്യൂ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഡിവൈസിൽ സപ്പോർട്ടിങ് ഇഷ്യൂ കാരണമുണ്ട്, പിന്നെ ചിലർക്ക് ഓട്ടോമാറ്റിക്കലി പെർമിഷൻ ഡിസേബിൾ ആയി പോകുന്നതുകൊണ്ടുണ്ട്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻസ് ഇൻക്രീസ് ആയി വരുന്നില്ലെങ്കിൽ എല്ലാ പെർമിഷനും ഒന്ന് ഡിസേബിൾ ആക്കിയിട്ട് എനേബിൾ ആക്കി നോക്കുക. അപ്പോൾ കോയിൻസ് ഇൻക്രീസ് ആയി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി വൈകുന്നേരവും രാവിലെയും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം കേട്ടോ, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ നിങ്ങൾ ചിലർക്ക് ഇത് ഡെയിലി ഓപ്പൺ ചെയ്യാൻ മറന്നു പോകും. സോ അത് മറന്നു പോകാതിരിക്കാനായിട്ട് നമ്മുടെ മൊബൈലിന് അലാറം വെക്കുക. രാവിലെയും വൈകുന്നേരം ഒരു അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോകില്ല. ഈ ഒരു വീഡിയോ കാണുന്ന കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തിനാണ് ഫ്രീ ആയിട്ട് ഇവർ നമുക്ക് ക്യാഷ് ബാക്ക് കണക്ക് തരുന്നതെന്ന്. നമ്മുടെ മൊബൈലിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇപ്പം നമ്മൾ മൊബൈൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില സമയത്ത് ആഡായിട്ട് കാണാറുണ്ടല്ലോ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ പോലത്തുള്ള ആപ്ലിക്കേഷനാണ് അങ്ങനെ ആഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ട ആഡ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസ്, ആ ഒരു ഡേറ്റ ഉണ്ടല്ലോ, സെർച്ചിങ് ഡേറ്റാസ്, അതായത് നമ്മുടെ പേഴ്സണൽ ആളുടെ ഡേറ്റാസ് ഒന്നും ഇവർ എടുത്തുകൊണ്ട് പോകില്ല. സെർച്ച് ചെയ്യുന്ന നമ്മുടെ ഡേറ്റാസ് ഇവരെടുത്തിട്ട് മെറ്റ, ഗൂഗിൾ പോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് സെല്ല് ചെയ്യും. എന്നിട്ട് ആ ഒരു മെറ്റ, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ എന്ത് ചെയ്യും, അതിൻ്റെ ആഡ് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ മൊബൈലിനെ പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ മൊബൈലിൻ്റെ ആഡ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ബാക്ക് തരുന്നത്. മൊബൈലിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒന്നും വേണമെന്ന് പോലും ഇല്ല, അല്ലെങ്കിൽ പോലും ഫ്രീ ആയിട്ട് ഇവർ നമുക്ക് ക്യാഷ് ബാക്കുകളൊക്കെ തരുന്നതായിരിക്കും. അത്യാവശ്യം ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ്, ആരും മിസ്സാക്കി കളയരുത്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ID ടെലിഗ്രാമിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയുള്ള ഒരു ഓഫറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സാണ് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ബാക്കുകളൊക്കെ അച്ചീവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ഓപ്പൺ ചെയ്യണം. ഡെയിലി ഓപ്പൺ ചെയ്ത് 2 മിനിറ്റ് 3 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. 3 ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മാത്രമേ 15 ദിവസത്തിനുള്ളിൽ തന്നെ 3 ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, KYC കംപ്ലീറ്റ് ചെയ്യേണ്ട, റഫർ ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് ഇടുന്ന ഒരു ഓഫറാണ്. ഇതേപോലത്തെ ഓഫേഴ്സ് ഒന്നും ആരും മിസ്സാക്കി കളയരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പം നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഇതേപോലത്തെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നതായിരിക്കും.